സ്നേഹഗിരി ഇടവക സമൂഹം അവതരിപ്പിക്കുന്ന വിശുദ്ധ തോമാസ് ലീഹായുടെ ചരിത്ര നാടകം എന്റെ കർത്താവേ, എന്റെ ദൈവമേ. മാർ തോമാസ് ലീഹ തന്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചത് സിറിയയിൽ നിന്ന്. പിന്നീട് അദ്ദേഹം തെക്കു പടിഞ്ഞാറെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തു. AD 52 അദ്ദേഹം കടൽ മാർഗം തുറമുഖ നഗരമായ കേരളത്തിലെ മുസിരിസിലെത്തി. അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വചനം പ്രഘോഷിക്കുവാൻ തോമാസ് ലീഹ എത്തിച്ചേർന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയുടെ ദാസനാണ്. അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാൻ ഞാനിവിടെ വന്നിരിക്കുന്നു. ഇവിടുത്തെ മക്കൾ ദൈവത്തെ പരിത്യജിക്കുമോ എന്നുള്ള ഭയം എന്നിലുണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ അതിജീവിക്കും. ഞാൻ ഇവരെ വിശുദ്ധീകരിക്കും. ഇര തേടി പാറിപ്പറന്നു നടക്കുന്ന പ്രാവിൻ കൂട്ടങ്ങളാണിവർ. ഇവരോട് കരുണ തോന്നണമേ. പുലരെ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമാ കാണാ പൊന്നോടിയിൽ പൂമീൻ തുള്ളാട്ടമായി. കഥ പറയും കാറ്റേ, പവിഴത്തിരമാലകൾ കണ്ട ചുരുളഴിയും പൂഞ്ചുഴിയിൽ കടലമ്മ വിളങ്ങണ കണ്ടേ. പുലരെ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമായി. കഥ പറയും കാറ്റേ, പവിഴത്തിരമാലകൾ കണ്ട ചുരുളഴിയും പൂഞ്ചുഴിയിൽ കടലമ്മ വിളങ്ങണ കണ്ടേ. തിരയൊഴിയാൻ നേരം ചില്ലുമണിക്കലവറ കണ്ട നീനുണരും കോണിൽ
ഷോ ഒരൊറ്റ മീൻ പോലും വലയിൽ കുടുങ്ങണില്ലാട്ടാ. എന്തൊരു കഷ്ടാണിത്. പടിഞ്ഞാറൻ മാനത്ത് അന്തി ചോക്കാറായി. ഈ മീൻ വിറ്റ് കിട്ടിയിട്ട് വേണം തമ്പ്രാന് കൊടുക്കാനുള്ളത് കൊടുക്കാൻ. പിന്നെ മീൻ കുറേ ഇന്ന് കിട്ടും, നോക്ക് നിന്നോ. ഉള്ള മീനൊക്കെ ആ തമ്പ്രാനും കൂട്ടും ഇന്നലെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. കരം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഇവനെയൊക്കെ അടിമവേല ചെയ്യിപ്പിച്ച് നാട് കടത്തണം. അല്ലേലും ഈ കീഴ്ജാതിക്കാരെ തട്ടി നടക്കാൻ വയ്യ. അസ്ഥിരം ശുദ്ധിയില്ലാത്തമാരി. ദൈവമേ, ഈ കടാലൊന്ന് കനിയേണമേ. അടിയാങ്ങളെ കാത്തോളണേ. എഴുന്നേൽക്കൂ സഹോദര, എന്തു പറ്റി? വല എറിഞ്ഞിട്ട് മത്സ്യമൊന്നും കിട്ടുന്നില്ല. കരയിലുള്ളവർ ആകെ വിഷമത്തിലാണ്. ഹേയ്, ഇവൻ ഏതായി വരത്തൻ? ഞാൻ തോമസ്, ജെറുസലേമിൽ നിന്ന് വരുന്നു. സഹോദര, ഞാൻ എൻ്റെ ഗുരുവിൻ്റെ കൂടെ ഒത്തിരി മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. നിന്റെ ഗുരുവിന് മീൻ പിടുത്തായിരുന്നാ? എൻ്റെ ഗുരുവിനെ പറ്റി നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. വരൂ, എൻ്റെ കൂടെ കടലിലേക്ക് വരൂ. സർവശക്തനായ ദൈവമേ, സകലത്തിൻ്റെയും സൃഷ്ടാവേ, പാവങ്ങളുടെ നിലവിളി കേൾക്കുന്നവനെ, അങ്ങയുടെ ശക്തിയാൽ അത്ഭുതം ഇവിടെ നടക്കുമാറാകട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും വഴി ഇവർ അങ്ങയിൽ വിശ്വസിക്കട്ടെ. നിറയെ മത്സ്യം. വല വലിച്ചു കയറ്റു. അത്ഭുതം. ഓ, ഭയങ്കരം തന്നെ. എന്തൊരു അത്ഭുതമായി നടന്നിരിക്കുന്നത്. അങ്ങനെ നന്ദി. അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി. അങ്ങ് ആരാണ്? ഞാൻ തോമസ്, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്. എൻ്റെ കൂട്ടാളി ശിമയോൻ്റെ കൂടെ യേശു പ്രവർത്തിച്ച അത്ഭുതമാണിത്. വല നിറയെ മീൻ. അന്ന് മത്സ്യത്തെ പിടിച്ചു നടന്നവനിപ്പോൾ യേശുവിന് വേണ്ടി മനുഷ്യന് പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഹോ, ഒരു തട്ടിപ്പുകാരൻ വന്നിരിക്കണ്. വചനം പ്രഘോഷിച്ച് ആൾക്കാരെ തട്ടിക്കാൻ. ഇവനെയൊക്കെ എന്താ ചെയ്യണ്ടേന്നറിയോ? ജെറുസലേമിൽ നിന്ന് കുറെ നുണക്കഥകളായിട്ട് ആൾക്കാരെ പറ്റിക്കാനായിട്ട് വന്നേക്കവൻ. പുതിയ മാന്ത്രികൻ വന്നിരിക്കുന്ന. ഹൈ, അത്ഭുതങ്ങൾ കാണിച്ചു കൂട്ടുന്നു. അവന്റെ കൂടെ കൂടിയ ഒത്തിരി പണമുണ്ടാക്കാം. കഴിവുള്ളവനാണവൻ, അസാധാരണ മനുഷ്യൻ. നമുക്ക് അവനെ പിന്തുടരാം. ഞാൻ ഒരു സാധാരണ മനുഷ്യൻ. നിങ്ങൾ ദൈവനാമത്തിൽ എന്തു ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരാണ്. മറ്റുള്ളവർ കണ്ടാൽ കുറ്റം പറയും. ദൈവത്തിൻ്റെ മുൻപിൽ ജാതിയോ മതമോ കറുത്തവനോ വെളുത്തവനോ ഇല്ല. എല്ലാവരും ഒന്നാണ്. നിങ്ങളിത് കഴിക്കും.
സ്നേഹിതരെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ മുറുകെ പിടിക്കുവിൻ. അന്ധകാരം നിങ്ങളെ വിഴുങ്ങുകയില്ല. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ നിന്ന് വരുന്ന ആത്മാവിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ഞാൻ നിങ്ങൾക്ക് സ്നാനം നൽകുന്നു. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പാത പിന്തുടരുവാൻ ഞങ്ങൾ തയ്യാറാണ്. അതെ, ഞങ്ങൾ തയ്യാറാണ്. വാ, നമുക്ക് അവന്റെ കൂടെ പോവാം. വരൂ. നല്ല പെടക്കണ അയില. എടി ഇങ്ങാട്ട് വന്നേ, നീയും വാ. എന്താണ് നീ കിടന്ന് ചലക്കണത്? ഇന്നലെ ഈ കടാപ്പുറത്ത് ഒരു മാന്ത്രികൻ വന്നു. എന്തൊരു സുന്ദരനായിരുന്നു കേട്ടാ. അല്ലേലും സുന്ദരന്മാരെ കാണുമ്പോൾ നിനക്ക് അതല്ലടി, അയാള് ഇന്നലെ വെള്ളം എടുത്ത് മേലാട്ടെറിഞ്ഞു. ആ വെള്ളം കീഴാട്ട് വന്നില്ലാടി, അവിടെ നിന്ന്. ആടി, ഇവാള് പറയണത് നേരാട്ടാ. അത് മാത്രല്ല, അടിയാൻ തമ്പ്രാന് കൊടുക്കാനുള്ള കരം ഈ മാന്ത്രികൻ കടാലിലെ മീനിന്റെ വായിൽ നിന്നും സ്വർണ്ണ നാണയമായി എടുത്തു കൊടുത്തുട്ടാ. നിങ്ങ പറയുന്നത് നേരാണെങ്കി നമുക്ക് സ്വർണം കിട്ടിയ കൊള്ളാം. അപ്പോ മീൻ വേണ, മീൻ. നല്ല പെടക്കണ അയില. എടി, നിന്റെ കൊട്ടയില് ചാളയല്ലേ, നീ എന്താടി അയിലാന്ന് പറയണേ? എടി, അയിലാന്ന് പറഞ്ഞാലാണ് ആരെങ്കിലും കൊട്ടയിൽ വന്ന് നോക്കുള്ളൂ. നീ ഇങ്ങാട് വാ. ഓഹേ തിരുമേനി, ഒന്ന് വേഗം ഇങ്ങോട്ട് നടക്ക. രാമ, താനിതെവിടേക്കാ പായണേ? എന്റെ മനസ്സെത്തുന്നോടക്ക് കാലെടുക്കണ്ടേ? അതാ പറഞ്ഞേ, പല്ലക്കിലാവായിരുന്നല്ലോ എഴുന്നള്ളത്ത്. താൻ എത്ര നാളായി എന്റെ കൂടെ കൂടിയിട്ട്? കുറച്ചായി. കുറച്ചോ? ആണ്ട് 8 or 10 നിശ്ചയം. എന്തേ? അല്ലപ്പത്ര കാര്യം ഉണ്ടായേ ആണ്ടെണ്ണാൻ? അല്ല, നോനെ കുറിച്ച് തനിക്ക് എന്താ അറിയാം? എന്റെ നിഴലായിട്ട് കുറച്ചായല്ലോ. എന്താണിപ്പത്ര അറിയാൻ? വയസ്സ് 90 കൈയും കാലും പേരിനില്ലെങ്കിലും ഈ ഓട്ടത്തിൽ കുറച്ചുകൂടെന്ന് പറയാ. 90 തിരി വളഞ്ഞൂന്ന് കരുതി എന്റെ കൈക്കും കാലിനും ഒരു കുഴപ്പമില്ല. വഷളൻ നടക്ക. ആരെവിടെ? പൊന്നാണമ്പ്ര, എന്റെ കൂടെ കെട്ടിയോണ്ടുമ്പ്ര. നീ എത്ര എത്തി? ഹൈ, വഴി മടക്കിയിലോ നശൂലങ്ങള്. ഞാൻ വിളിച്ചു കൂവിയത് കേട്ടില്ലേ നീയേ? ഇത്രടെ എത്തിയപ്പോ കേട്ടുംബ്ര. ഹൈ, കഷ്ടായല്ലോ. അതുങ്ങളോട് തിരിച്ചു പോവാൻ പറ. വലിയ ബുദ്ധിമുട്ടാവുംബ്ര. പോരാത്തതിന് തലച്ചുമടുണ്ട്. ആയിത്തായി അവറ്റങ്ങള് തൊട്ടടുത്തുണ്ട്. തനിക്ക് നോം വച്ചിട്ടുണ്ട്. പൊന്നി, നീ അങ്ങോട്ട് തിരിച്ചു പോവാ. തിരുമേനിനെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഇമ്രാളെ, കനിവുണ്ടാവണം. കുറച്ച് വിറകും ചകിരിയാ തലയില്. അത്രയും പേര് തിരിച്ചു വരുന്നാച്ചാല് വലിയ കഷ്ടാവും.
പറ്റില്ലാന്ന് പറ. ഞങ്ങള് ഈ കുഴിയിൽ ഇറങ്ങിയിരുന്നോളാം. ഇമ്പ്ര പോകുന്നവരെ പുല്ലേൽ ഒളിച്ചിരുന്നോളാം. അങ്ങനെ വെച്ചാലും മതി. നടക്കല്ലേ തിരുമേനി? തനിക്ക് നാവും വെച്ചിട്ടുണ്ട്. എന്നോട് വക്കണം കൂടണ്ട. എനിക്കറിയാം ഈ പോക്ക് എങ്ങോട്ടാന്ന്. സൗഗന്ധിക പൂ തേടിയുള്ള പോക്കല്ലേ? ഇല്ലത്തേക്ക് ഇന്ന് തിരിച്ചില്ല. ഈ വേണ്ടാതിനത്തൊക്കെ കൂട്ട് ഞാനും വേണം താനും. മിണ്ടാണ്ടേ നടന്നോ. വരൂ, എന്റെ കൂടെ വരൂ. വേണ്ട ഇമ്പ്ര, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഭുവനേശ്വർ തിരുമേനി ഈ വഴി പോണ്. എന്താ, തിരുമേനിയും ഈ വഴി പോകട്ടെ? നിങ്ങൾ കയറി വരൂ. ചേറും ചെളിയുമുള്ള കുഴിയിലേക്കാണോ നിങ്ങൾ ഇറങ്ങി നിൽക്കുന്നത്? ചതിച്ചോ? എന്താ ഇത്? എന്താ ഇത്? നാട്ടാചാരം അറിയില്ലെന്നുണ്ടോ? രാമ, നാം അത് പൊറുക്കില്ല. മാപ്പാക്കണം ഇമ്പ്ര, ഞങ്ങള് കുഴിയിലേക്ക് ഇറങ്ങിയിരുന്നതാ. ഈ ഇമ്പ്രയാണ് ഞങ്ങളെ വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. മാപ്പാക്കണം. നോം രണ്ടിനോടും പൊറുക്കില്ല. രാമ, ഏതാ ഇത് ഇക്കാരി? ഇത് ഞാൻ തോമ. ദേശാന്തരങ്ങൾ അലഞ്ഞ് എന്റെ ഗുരുവിന്റെ സുവിശേഷങ്ങൾ മറ്റുള്ളവരെ കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. തിരുമേനി, ഇവൻ അവൻ തന്നെ. തിരുമേനി കേട്ടിട്ടില്ലേ? ചില ചെപ്പടി വിധികളുമായി ഒരുത്തം വന്നിട്ടുണ്ടെന്ന്. അടുക്കണ്ട, ആളിത്തിരി കുഴപ്പക്കാരനാ. ഓ, എന്നാ അതൊന്ന് കാണട്ടെ. ഈ മന്ത്രതന്ത്ര വിദ്യകളിൽ മോശക്കാരനൊന്നുമല്ല ഈ നോമും. മന്ത്രങ്ങളും തന്ത്രങ്ങളും എനിക്കറിയില്ല. എല്ലാം എൻ്റെ ഗുരുവും ദൈവവുമായ യേശുനാമത്തിൽ നടക്കുന്നതാണ്. അവിടുത്തെ വചനപ്രഘോഷണത്തിനാണ് ഞാൻ വന്നത്. സാധ്യല്ല. കോടിക്കണക്കിന് ദൈവങ്ങളുള്ള നാടാ ഇത്. ഈനിടെ ഇങ്ങനെ ഒരെണ്ണം കൂടി വേണ്ട. മനസ്സിലായോ? പോയിക്കവിടുന്ന്. അതിനു മുന്നേ നാട്ടുനടപ്പ് തെറ്റിച്ച ഇവറ്റങ്ങൾക്ക് ഒരു ശിക്ഷ കൊടുക്കണം. ഇമ്പ്ര, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഈ ഇമ്രാനാണ് ഞങ്ങളെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നത്. ഞങ്ങളൊന്നും ചെയ്യില്ല ഇമ്പ്ര, മാപ്പാക്കണം. തിരുമേനി, പൊതുവഴിയിലൂടെ എല്ലാവർക്കും നടക്കാനുള്ളതല്ലേ? മാടിനും കുറുനരിക്കുമുള്ള സ്വാതന്ത്ര്യം പോലും ഇവർക്കില്ലെന്നുണ്ടോ? ഇതെന്ത് സമ്പ്രദായം? ഇതെന്ത് ആചാരം? വിഡ്ഢി! അന്യദേശക്കാരൻ വന്ന് ഇവിടത്തെ കീഴ്വഴക്കങ്ങളെ ചോദ്യം ചെയ്യേ. തിരുമേനിയോട് തർക്കിക്കാൻ നിൽക്കണ്ട. രാമ, അയിന്ന് വടിയെടുത്ത് 10 ദേഹദണ്ണ അങ്ങോട്ട് കൊടുക്കുക ഇവറ്റങ്ങൾക്ക്. ഇയാൾക്കുള്ളത് പിന്നെ ഇല്ലെത്തട്ടെ. ആഹാ, ഇമ്പ്ര, അരുത് ഇമ്പ്ര, മാപ്പാക്കണം. ഇമ്പ്ര, ഞങ്ങൾ തല്ലിരുന്ന് പറയും ഇമ്പ്ര. ഇമ്പ്ര, മാപ്പാക്കണം ഇമ്പ്ര. രാമ, പറയണത് കേട്ടില്ലെന്നുണ്ടോ? രാമ, തനിക്കെന്താ തല്ലാൻ ഇത്ര മാസം? രാമ, തിരുമേനി, എന്റെ കൈ താഴ്ന്നില്ല. ആരോ പിടിച്ചു നിർത്തിയ പോലെ. ഹൈ വാഷളാൻ, ഈ കോച്ചുവാദ മണ്ടുകത്തെയാണല്ലോ നോം കൂടെ കൂട്ടിയത്. കോച്ചുവാദം നല്ല തിരുമേനി. ആ പരദേശി മുകളിലോട്ട് നോക്കി നിൽക്കണ കണ്ടില്ലേ? അത് ശരി. അങ്ങനെയാച്ചാ, എന്റെ കയ്യിലുണ്ട് ചില സൂത്രങ്ങള്. തിരുമേനി, ഒന്ന് വേഗം. എന്റെ കൈ കളക്കരുത് തിരുമേനി. നോമും പെട്ടിരിക്കാടോ രാമ. നോന്റെ മന്ത്രം അങ്ങട് ഏറ്റില്ലാന്ന് തോന്നുന്നു. എന്റെ കൈയും കാലും അങ്ങട് പേരിനില്ല. ചതിച്ചല്ലോ തിരുമേനി. ഞാൻ പറഞ്ഞതല്ലേ വേണ്ടാന്ന്. നിങ്ങൾ പോയിക്കോളൂ. ഞങ്ങൾ പോണില്ല ഇമ്പ്ര. നാട്ടുകാരറിഞ്ഞാൽ ഞങ്ങൾക്ക് ശിക്ഷ കൂടും. ഇവരുടെ തെറ്റ് ഇവർ മനസ്സിലാക്കിയാൽ എല്ലാം നേരെയാകും. നോം കുറ്റേറ്റു പറയേ. നടക്കില്ല. നമ്മോടുള്ള നിന്റെ കളി തീക്കളിയാ, ഓർത്തോ? എന്റെ പൊന്നു തോമ, തിരുമേനിക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയാം. എന്റെ കൈയിപ്പ് പൊട്ടി വീഴും. പൊന്നി, രാമന്റെ കൈയൊന്ന് താങ്ങി പിടിക്കേ. കോര, തിരുമേനിയെ ആ ചകിരിപ്പുറത്തേക്ക് ഇരുത്തു. തൊടേ ആ സ്ത്രീകരങ്ങള്. പറ്റില്ല, പറ്റില്ല. തന്റെ മന്ത്രം കൊണ്ട് തന്നെ ഞങ്ങളുടെ കെട്ടഴിച്ചാ മതി. തിരുമേനി,
ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മന്ത്രങ്ങളൊന്നും അറിയില്ലെന്ന്. ഒരൊറ്റ മന്ത്രമേ എനിക്കറിയൂ. എൻ്റെ ഗുരു പഠിപ്പിച്ച സ്നേഹമന്ത്രം. പൊന്നി, രാമനെ ഒന്ന് സഹായിക്കൂ. തിരുമേനി, പൊന്നി തൊട്ടപ്പോ എന്റെ ബന്ധങ്ങളെല്ലാം കഴിഞ്ഞു. എങ്കി നീ തന്നെ എന്നെ തൊട്ടാ മതി. എന്നെ ഒന്ന് പിടിക്കുക. തിരുമേനി, എന്നെ കൊണ്ട് പറ്റണില്ലേ തിരുമേനി? ദേഹം മണ്ണിലേക്ക് ആണ്ടുപോയ പോലെ ഉറച്ചിരിക്കണു. കോരൻ തന്നെ തൊട്ടോട്ടെ, നാളെ ശരിയാവൂ തിരുമേനി. ആകെ അയിത്താവൂലോ. ഇപ്പൊ എന്താ ചെയ്യ? എന്തായാലും ഒരു പ്രാവശ്യം തൊട്ടോട്ടെ. അങ്ങനെ പറ്റില്ല തിരുമേനി. വിശ്വസിക്കണം, സ്നേഹമാണ് ദൈവമെന്ന്. വിശ്വസിച്ചിരിക്കണോ? എന്ത്? ദൈവം സ്നേഹമാണെന്ന്. കോരാ, തിരുമേനിയെ പിടിച്ചിരുത്തു. ദേഹം മുഴുവൻ വല്ലാത്തൊരു പുകച്ചിലും നീറ്റലും. ജാതി വേർതിരിവ് ഒരു വേദസംഹിതയിലും പറയാത്ത കാര്യം. അത് നിങ്ങളുടെ മാത്രം സൃഷ്ടിയാണ്. മനുഷ്യനെ സ്നേഹിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക. ദൈവം സ്നേഹമാണ്. എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ച കാര്യം ഞാൻ ലോകം മുഴുവൻ അറിയിക്കുന്നു. വന്നു കേരളത്തിൽ അലയാഴികൾ പിന്നിട്ടും, വന്നു കേരളത്തിൽ അലയാഴികൾ പിന്നിട്ടും, തിരുവചനം കൈക്കൊള്ളാൻ പലരിലും അത് കൈമാറാൻ ഗുരുവരുളാൽ അന്നൊരു നാൾ സുഹൃതൻ തോമാശ്ലീഹ കൊടുങ്ങല്ലൂരിനരികിൽ ഒടുവിൽ മാലിയങ്കര തന്നിൽ വന്നു കേരളത്തിൽ അലയാഴികൾ പിന്നിട്ടും, വന്നു കേരളത്തിൽ അലയാഴികൾ പിന്നിട്ടും. കടലിലൂടെ നടന്നോനാം കനിവാർന്ന മിശിഹാ തമ്പുരാൻ, കടൽ കടന്നുപദേശങ്ങൾ പ്രചരിച്ചിടാൻ പ്രിയ ശിഷ്യരെ സന്ദേശം നൽകി അനുമതിയോടു യാത്രയാക്കി, സന്ദേശം നൽകി അനുമതിയോടു യാത്രയാക്കി. അവരിലൊരാൾ മാർത്തോമ വരവായി കേരള മണ്ണിൽ, അവരിലൊരാൾ മാർത്തോമ വരവായി കേരള മണ്ണിൽ. പാക്കപ്പലിലൊന്നിൽ പുണ്യാളൻ പൊടുന്നനെ കൊടുങ്ങല്ലൂരൊടുവിൽ ഒരു നാൾ സാദരം, ഒരു നാൾ സാദരം. തോമാശ്ലീഹായുടെ കീർത്തി കേരളമൊട്ടും വ്യാപിച്ചു.
അർത്ഥശൂന്യമായ വാക്കുകൾ സാന്ത്വനത്തിന്റെ സ്വരമായിരിക്കില്ല എന്ന് തോമാസ് ലീഹ പഠിപ്പിച്ചു. തോമാസ് ലീഹായുടെ അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും അവർ വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ മാറ്റൊലി നാട്ടുരാജാക്കന്മാരുടെ അടുത്തെത്തിയിരുന്നു. അധികാരത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിൽ തോമാസ് ലീഹ എന്ന പേര് അവർക്ക് ഒരു ഭീഷണിയായി മാറി. തോമാസ് ലീഹ ഈ മലയാള മണ്ണിൽ 7 ക്രൈസ്തവ സമൂഹങ്ങൾക്ക് രൂപം കൊടുത്തു. കേരളത്തിൽ ക്രിസ്തുവിന്റെ വചനം പ്രഘോഷിച്ചതിനു ശേഷം അദ്ദേഹം മൈലാപ്പൂരിലേക്ക് യാത്രയായി. മിസ്ദേവൂസ് എന്ന രാജാവിന്റെ ഭരണകാലത്താണ് തോമാസ് ലീഹ മൈലാപ്പൂരിൽ വചനം പ്രഘോഷിച്ചതെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അല്ലയോ മഹാരാജൻ, അങ്ങയുടെ ഈ പിറന്നാൾ ദിനത്തിൽ അങ്ങയെ സന്തോഷിപ്പിക്കാൻ കൊട്ടാരം നർത്തകിമാർ തയ്യാറായിരിക്കുന്നു. നടക്കട്ടെ. नमामि नमामि ईश्वरनाट्य पूजितम् नमामि नमामि शङ्करपादवन्दितम् ಗೆಜ್ಜೆಗಳ ನಾದ ತೋಂತನಂ ಪಾದಗಳ ಕುಣಿತಾಧೀಂತನಂ ಸಂಗೀತ ಸಾಹಿತ್ಯ ಆನಂದ ಆಲಾಪವೇ ತನಧಿರನ ಧಿರನ ತನಧೇ ರಾಗ ತಾಳ ನಾಟ್ಯಂ ನಟರಾಜ ಸುಂದರಂ ನಾದ ವೇದ ಕಾವ್ಯಂ ನಟರಾಜ ಸುಂದರಂ ರಾಗ ತಾಳ ನಾಟ್ಯಂ ನಟರಾಜ ಸುಂದರಂ ನಾದ ವೇದ ಕಾವ್ಯಂ ನಟರಾಜ ಸುಂದರಂ ಪ್ರಿಯನು ಪರಿಭವಮೋ ತನನಂ ತನನಂ ತನನನನ ിത്തോം തനന ധീരനാ ധീരനാ ിത്തോം തനന ധീരനാ ധീരനാ ിത്തോം തനന ധീരനാ ധീരനാ ിത്തോം തനന ധീരനാ ധീരനാ ഉദനദീം തദനദീം തനധീരനാ ഉദനദീം തദനദീം തനധീരനാ ധീം തനോ 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 തധീരനാ ധീം തനോ 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 തധീരനാ ിത്തോം തനന ധീരനാ
ധീം തനോദനോ തനോദീരനാ തോം തനന ധീരനാ ധീരനാ തോം തനന ധീരനാ ധീരനാ തോം തനന ധീരനാ ധീരനാ. മനോഹരമായിരിക്കുന്നു. നമ്മുടെ പിറന്നാൾ ദിനം നമ്മെ ഏറെ സന്തോഷിപ്പിച്ച കൊട്ടാരം നർത്തകിമാർക്ക് അഭിനന്ദനം. അല്ലയോ മന്ത്രി, നമ്മുടെ പിറന്നാൾ ദിനത്തിൽ എന്താണ് പുതിയ വാർത്തകൾ? തോമസ് എന്ന് പേരായ ഒരു മാന്ത്രികൻ നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്നു. നിങ്ങൾ പറയുന്ന ഈ മാന്ത്രികൻ ആരാണവൻ? അവൻ കടലിനക്കരയിൽ നിന്ന് വന്നവനാണ്. അവന്റെ ഗുരു യേശു ക്രിസ്തുവിന്റെ മാന്ത്രിക വിദ്യകളാണ് അവൻ ഇവിടെ പഠിപ്പിക്കുന്നത്. കള്ളനാണവൻ, പേരും കള്ളൻ. അവന്റെ ഗുരു അവന്റെ കൂടെയുണ്ടോ? അവൻ ഏതോ കള്ളന്മാരുടെ കൂടെ കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു. അടക്കം ചെയ്ത് 3-ാം ദിവസം ഉയർപ്പിക്കപ്പെട്ടു അത്രേ. ആരെവിടെ? മാന്ത്രികൻ തോമസിനോട് നമ്മെ മുഖം കാണിക്കാൻ പറയൂ. എന്തൊക്കെയാണ് നാം കേൾക്കുന്നത്? നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിൽ മാന്ത്രിക വിദ്യ കാണിച്ച് ആളുകളെ പറ്റിച്ച് നടക്കുന്നവന്റെ കൂടെ ജനങ്ങളുണ്ട്. അതനുവദിച്ചുകൂടാ. ഇത് എന്റെ നാടാണ്. അതുമാത്രമല്ല രാജൻ, ആ മാന്ത്രികൻ തോമസ് അവൻ ജനങ്ങളെ മുഴുവൻ അവന്റെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ്. അവരെല്ലാം ഇപ്പോൾ ആരാധിക്കുന്നത് അവന്റെ ദൈവത്തെയാണ്. പാടില്ല. കുലദൈവങ്ങളെ നമ്മുടെ രാജ്യത്തെ ജനം മറന്നുകൂടാ. ഞാനത് പലതവണ പറഞ്ഞു നോക്കി മഹാരാജൻ. കുലദൈവങ്ങളെ അവർ വിശ്വസിക്കില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ ചെന്ന് കൊന്നൊടുക്ക്. തോമസിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ കൊന്ന് കടലിൽ തള്ളു. മഹാരാജൻ, എന്താ മന്ത്രിക്കതിന് സാധിക്കില്ല എന്നുണ്ടോ? അതല്ല മഹാരാജൻ, ആ മാന്ത്രികന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ കൊല്ലാൻ തീരുമാനിച്ചാൽ എനിക്ക് അങ്ങയുടെ പത്നിയെയും മകനെയും കൊല്ലേണ്ടി വരും. എന്ത്? താങ്കൾ എന്താണ് ഈ പറയുന്നത്? അതെ മഹാരാജൻ, അങ്ങയുടെ പത്നിയും മകനും ഇപ്പോൾ ആരാധിക്കുന്നത് ആ മാന്ത്രികന്റെ ദൈവത്തെയാണ്. ആരെവിടെ? നമ്മുടെ പ്രിയഭക്തി ടെർട്ടിയയോട് നമ്മെ മുഖം കാണിക്കുവാൻ പറയൂ. അടിയൻ. മഹാരാജൻ, അങ്ങനെ വിളിച്ചുവോ? ടെർട്ടിയ, ഞാൻ ഈ കേട്ടത് സത്യമാണോ എന്നറിയണം. എന്താണ് മഹാരാജൻ? ഈ മിസ് ദേവൂസ് രാജാവിന്റെ പ്രിയപത്നിയും മകനും ഇപ്പോൾ ആരാധിക്കുന്നത് ആ തോമസിന്റെ ദൈവത്തെയാണെന്ന്. അതെ രാജൻ, യേശു ക്രിസ്തുവിനെയാണ് ഞാനും മകനും ഇപ്പോൾ ആരാധിക്കുന്നത്. അങ്ങ് കേട്ടിട്ടുണ്ടോ യേശു ക്രിസ്തുവിനെ കുറിച്ച്? ഈ ലോകത്തിലെ മനുഷ്യരുടെ പാപങ്ങൾ നീക്കുവാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവന്റെ സ്നേഹവലയത്തിൽ നിന്ന് അവൻ ആരെയും മാറ്റി നിർത്തിയില്ല. വിശന്നു വലഞ്ഞവർക്ക് അവൻ അപ്പം നൽകി, രോഗികളെ അവൻ സൗഖ്യപ്പെടുത്തി. പക്ഷേ ചെയ്യാത്ത കുറ്റത്തിന് റോമൻ സാമ്രാജ്യം അവനെ ക്രൂശിലേറ്റി. നിർത്ത് നിന്റെ ജൽപ്പനങ്ങൾ. പോ അകത്തു പോ. ബാക്കി കഥ ഞാൻ പറയാം മഹാരാജൻ. ആരാണ് നീ? ഞാൻ തോമസ്. മാന്ത്രികൻ തോമസ്? ഞാൻ മാന്ത്രികനല്ല. എൻ്റെ ഗുരുവും കർത്താവുമായ യേശു ക്രിസ്തു
മൂന്നാം ദിനം മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം ഈ ലോകത്തെ അറിയിക്കുന്നതിനും ഗുരു എന്നെ പഠിപ്പിച്ച സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആളുകളുടെ മനസ്സ് മാറ്റാനുള്ള മന്ത്രം കൂടി അറിയാം അല്ലേ? അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കുലദൈവങ്ങളെ ആരാധിച്ചിരുന്ന നമ്മുടെ ജനം ഇന്ന് ആരാധിക്കുന്നത് നിന്റെ യേശുക്രിസ്തുവിനെയാണ്. അവർ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു മഹാരാജൻ. യഥാർത്ഥ ദൈവത്തെ അവർ മനസ്സിലാക്കിയിരിക്കുന്നു. കുരിശിൽ തറച്ചു കൊന്നു എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ആ കുറ്റവാളിയാണോ ഈ യഥാർത്ഥ ദൈവം? എന്റെ ദൈവം കുരിശിലേറിയത് പാപം ചെയ്തതുകൊണ്ടല്ല, എന്റെയും നിങ്ങളുടെയുമൊക്കെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. വിഡ്ഢിത്തം പുലമ്പാതെ. എന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ ഞാനും നിന്റെ ഗുരുവും തമ്മിൽ എന്തു ബന്ധം? അങ്ങയെ സൃഷ്ടിച്ചതും അങ്ങലങ്കരിക്കുന്ന ഈ രാജപദവിയും അധികാരവും എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ധിക്കാരം പറയാതെ. ഈ പദവിയും അധികാരവുമെല്ലാം ഞാനുണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് പോകാം. യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയാൻ അങ്ങയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇറങ്ങുന്നു. ധിക്കാരി. തോമസ്. മന്ത്രി, നാളെ നേരം പുലരും മുൻപ് അവന്റെ ശരീരം കുന്തത്തിൽ കിടന്നാടണം. കൊന്നുകളയണം. ഞാൻ ഈ പുണ്യഭൂമിയിൽ വചനം പ്രഘോഷിച്ച് പ്രത്യാശ നിറഞ്ഞ ജീവിതത്തിലേക്ക് അവരെ ഞാൻ നയിച്ചു. ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. നീ എന്റെ ജനത്തോട് വചനം പ്രഘോഷിച്ചു. അവരുടെ പാപങ്ങൾ നീ കേട്ടു. നീ അവയെ വിശുദ്ധീകരിച്ചു. ദൈവമേ, ഞാനൊരു പാപിയാണ്, ഒളിച്ചോടിയവനാണ്. അങ്ങ് ഉദ്ധാനം ചെയ്തപ്പോൾ അത് വിശ്വസിക്കാതിരുന്നവനാണ് ഞാൻ. കണ്ടു വിശ്വസിക്കണം എന്ന് ശാഠ്യം പിടിച്ചവൻ. എനിക്ക് തെറ്റുപറ്റിപ്പോയി ദൈവമേ. തോമസ്, മനുഷ്യൻ ബലഹീനരാണ്. ദൈവം നിന്റെ കൂടെയുണ്ട്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ,
പിതാവേ, അങ്ങെന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി. ഞാൻ എൻ്റെ നാഥന്റെ സന്നിധി തേടി യാത്രയാകുന്നു. വെള്ളരിപ്രാവ് പോലെ പറന്നു പോകുന്നു ഞാൻ. സ്വർഗത്തിൽ ഒരു വീടു പണിതെന്റെ നാഥൻ ആ വീടു തേടി യാത്ര പോകുന്നു ഞാൻ. വെള്ളരിപ്രാവ് പോലെ പറന്നു പോകുന്നു ഞാൻ. പറന്നു പോകുന്നു നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞവനാണ് തോമാസ് ലീഹ. അത് ജീവിതത്തിൽ നിറവേറ്റുകയും ചെയ്തു. താൻ നട്ടുവളർത്തിയ ഭാരതസഭയ്ക്ക് തന്റെ അവസാന തുള്ളി രക്തവും നൽകിക്കൊണ്ട് തോമാസ് ലീഹ നമുക്ക് മാതൃകയായി. അനശ്വരമായ ജീവിതം തോമാസ് ലീഹ നമുക്ക് നൽകി. തോമാസ് ലീഹ തെളിച്ച വിശ്വാസം മുറുകെ പിടിച്ച് യേശുവിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ആത്മനാഥന്റെ അരുമ ശിഷ്യനാം മാർത്തോമാ, ഈ ആലയത്തിന്റെ നാഥനായ പ്രിയതാതാ. ആത്മനാഥന്റെ അരുമ ശിഷ്യനാം മാർത്തോമാ, ഈ ആലയത്തിന്റെ നാഥനായ പ്രിയതാതാ.